അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറത്ത് എയിംസ് സ്ഥാപിക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അരൂർ എംഎൽഎയുമായ ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പള്ളിപ്പുറത്ത് ഇൻഫോ പാർക്ക് ഉണ്ട്, 22ഓളം കമ്പനികളുണ്ട്. ഇനിയും നിരവധി കമ്പനികൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യവും സ്കോപ്പുമുണ്ട്. പക്ഷെ പള്ളിപ്പുറത്തെ ഇൻഫോ പാർക്ക് ഏറെ വർഷങ്ങളായിട്ട് അത് അൺഅറ്റൻഡഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. യാത്രാ സൗകര്യമോ താമസ സൗകര്യമോ ഒന്നും ഇല്ലാത്തതിനാൽ കമ്പനികൾക്കൊന്നും അവിടെ വരാനുള്ള ഒരു താല്പര്യമില്ല. ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ച് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ ഭാഗമായിട്ടുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിനെ പഠിച്ച് ഒരു മികച്ച IT പാർക്കായി മാറ്റാനുള്ള നടപടിയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, രണ്ടാമതായി പള്ളിപ്പുറത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മലബാർ സിമന്റ്സ് ഉണ്ട്. അത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ജീവനില്ല എന്ന് ചോദിച്ചാൽ ജീവനില്ല. തൊഴിലാളികളുടെ ജീവിതം അതീവ ദയനീയമാണ്. മലബാർ സിമന്റ്സ് വ്യവസായ വകുപ്പ് ഇടപെട്ട് അടിയന്തരമായി പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് ഈ സഭയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സാർ, വേമ്പനാട്ട് കായലും കൈതപ്പുഴ കായലും ഒക്കെ ചുറ്റിക്കിടക്കുന്ന പ്രകൃതി രമണീയമായ അരൂരിൽ കൊച്ചിയുടെ വാട്ടർ മെട്രോ എക്സ്റ്റൻഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് രാവിലെ പോകുന്ന ആളുകൾ, എറണാകുളത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ അരൂരിലും എരമല്ലൂരും ഒക്കെ ഒന്ന് രാവിലെ പോയി നോക്കിയാൽ 100 കണക്കിനാണുള്ളത്. എന്തുകൊണ്ട് മെട്രോ റെയിലിന്റെ സാധ്യതകൾ അരൂരിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാ? അതുകൂടി പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, കേരളത്തിലെ സീ ഫുഡിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്, സീ ഫുഡ് എക്സ്പോർട്ടിന്റെ തലസ്ഥാനം എന്ന് പറയുന്ന അരൂരാണ്. വലിയ കമ്പനികളുണ്ട്, ചെറിയ ഒരുപാട് കമ്പനികളുണ്ട്, പീലിംഗ് ഷെഡുകളുണ്ട്, ആയിരക്കണക്കിന് വരുന്ന പീലിംഗ് തൊഴിലാളികളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അരൂരിനെ സീ ഫുഡ് എക്സ്പോർട്ട് ഹബ്ബായി പ്രഖ്യാപിക്കണമെന്ന് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഈ സർക്കാർ അതിനായി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറത്ത് എയിംസ് സ്ഥാപിക്കണമെന്ന ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ എംഎൽഎയുമായ ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പൂട്ടിക്കിടക്കുന്ന പഴയ മണലിഷ്ടിക ഫാക്ടറികൾ ഉൾക്കുന്ന 14 ഏക്കർ സ്ഥലം ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ എയിംസിന് പോരാതെ വരുന്ന സ്ഥലം വ്യവസായ പാർക്കിനോട് ചേർന്ന പൊതുജനങ്ങളുടെ എതിർപ്പില്ലാതെ ഏറ്റെടുക്കാനും കഴിയും. പള്ളിപ്പുറം ഇൻഫോ പാർക്കിലേക്കുള്ള യാത്രാ സൗകര്യത്തിന്റെ കുറവും താമസ സൗകര്യങ്ങളുടെ കുറവും മൂലം കമ്പനികൾ ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല. ഇവിടം അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ 22ഓളം കമ്പനികളുണ്ട്. ഇനിയും ഒട്ടേറെ കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇൻഫോ പാർക്കിന്റെ പുനരുജ്ജീവനത്തിനായി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കണം. സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ ഭാഗമായുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിനെ മികച്ച IT പാർക്കായി മാറ്റണം. കൊച്ചി ജല മെട്രോ അരൂരിലേക്ക് നീട്ടണം. മെട്രോ റെയിൽ അരൂരിലേക്ക് നീട്ടുന്നതും പരിഗണിക്കണം. പെരുമ്പളം, കാക്കത്തുരുത്ത്, കുട്ടൻചാൽ തുടങ്ങിയ ദ്വീപുകളെ ഉൾപ്പെടുത്തി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കണമെന്നും ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. പള്ളിപ്പുറത്തെ മലബാർ സിമന്റ്സ് കമ്പനി പുനരുജ്ജീവിപ്പിക്കണം. നിയോജക മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കണം. സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ തലസ്ഥാനമെന്ന് പറയാവുന്ന അരൂരിനെ ഒരു സീ ഫുഡ് എക്സ്പോർട്ട് ഹബ്ബായി പ്രഖ്യാപിക്കണം. KR ഗൗരിയമ്മയ്ക്ക് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്മാരകം തുടങ്ങാൻ ബഡ്ജറ്റിൽ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. അരൂർ, ചേർത്തല മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണം. സംയുക്ത ട്രേഡ് യൂണിയന്റെ അഭ്യർത്ഥന പ്രകാരം താൻ ഈ ഫാക്ടറി സന്ദർശിച്ചിരുന്നതായും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു.